ആഗോള അയ്യപ്പ സംഗമത്തിലെ രാഷ്ട്രീയ കൗതുകങ്ങളായിരുന്നു. വെള്ളാപ്പള്ളി നമ്പർ 1 കാറിൽ വരുന്നത്, 1-ാം നമ്പർ കാറിൽ വരുന്നത്, മുഖ്യമന്ത്രിയോടൊപ്പം. അതേപോലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വേദിയിൽ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എത്ര പേരാണ് ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയത്? പലരും പലയിടത്തും പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് കേവലം 623 പേർ മാത്രമാണ് എന്ന്. എന്നാൽ യഥാർത്ഥ കണക്ക് ദേവസ്വം ബോർഡ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. നമുക്കതൊന്ന് പരിശോധിച്ചിട്ട് വരാം. പലയിടത്തും പ്രചരിപ്പിച്ച കണക്ക് 623 എന്നാണ്. പക്ഷേ 9 രജിസ്ട്രേഷൻ കൗണ്ടറുകളിൽ 1 രജിസ്ട്രേഷൻ കൗണ്ടറിലുള്ള കണക്ക് മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടത് എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അതാണ് ഈ 623 എന്ന രീതിയിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ടത്. എന്നാൽ ആകെ ഇന്ന് 4126 പേർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. അതിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടക്കമുള്ള 1819 പേർ, തമിഴ്നാട്ടിൽ നിന്ന് 1545 പേർ, ആന്ധ്രാപ്രദേശിൽ നിന്ന് 90, തെലങ്കാനയിൽ നിന്ന് 182, കർണാടകയിൽ നിന്ന് 184, മഹാരാഷ്ട്രയിൽ 43, പോണ്ടിച്ചേരിയിൽ നിന്ന് 53, ഉത്തർപ്രദേശിൽ നിന്ന് 4, ഗുജറാത്ത് 4, ദില്ലി 2, ഹരിയാന 1, ഛത്തീസ്ഗഡ് 4, അസാമിൽ നിന്ന് 1, ഒഡീഷയിൽ നിന്ന് 12, അന്താരാഷ്ട്ര പ്രതിനിധികൾ 182 എന്നിങ്ങനെയാണ് മൊത്തം 4126 പേർ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തു എന്ന് ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രിയും കണക്കുകൾ പറഞ്ഞത്. 623 എന്നുള്ളത് തെറ്റായ കണക്കാണെന്നും അത് വ്യാജ പ്രചരണമാണെന്നും ഒരു കൗണ്ടറിലെ ഒരു ആപ്പിലെ ഒരു കണക്കെടുത്തുകൊണ്ടാണ് ഈ പ്രചരണം നടത്തിയതെന്നുമാണ് ദേവസ്വം ബോർഡ് പറയുന്നത്.